ബ്രേക്കിംഗ് കൊച്ചി നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. സിറ്റി പോലീസും കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡും ചേർന്ന് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളാണ് ഒരു മാസത്തോളമായി പ്രവർത്തനരഹിതമായത്. CSML-ലുമായുള്ള കരാർ ഡിസംബറിൽ അവസാനിച്ചതോടെ ക്ലൗഡ് സേവനങ്ങൾ ലഭിക്കാതായതോടെയാണ് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. റംഷ CP ആണ് ചേരുന്നത്. റംഷ, നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമായി എന്ന് പറയുമ്പോൾ ഏറ്റവും തിരക്കുള്ള ഒരു മെട്രോ നഗരത്തിലാണ് ഈ അവസ്ഥ എന്ന് ഓർക്കണം. ഒരു മാസമായി ഇതാണോ സ്ഥിതി? വിനീത, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലാണ്. എനിക്ക് പിറകിലായി ഇവിടെ ഒരു CCTV നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയുള്ള 332 CCTVകളാണ് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി കൊച്ചി സിറ്റി പോലീസും അതുപോലെ CSML-ഉം ചേർന്ന് സ്ഥാപിച്ചിരുന്നത്. ഇതിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്നത് CSML-നാണ്. CSML-ലുമായുള്ള കരാർ കഴിഞ്ഞ മാസം 31 അവസാനിച്ചപ്പോഴാണ് ക്ലൗഡ് സേവനങ്ങൾ അവർ നിർത്തലാക്കിയത്. ഇതോടുകൂടിയാണ് CCTV ക്യാമറകളുടെ പ്രവർത്തനം അവതാളത്തിലായി മാറിയിരിക്കുന്നത്. നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി നഗരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന ഒരു നഗരമാണ്, ഒരു മെട്രോ നഗരമാണ്. വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന ഒരു നഗരം എന്ന നിലയിൽ ഇവിടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഈ CCTV ക്യാമറകൾ. ആ CCTV ക്യാമറകളാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലാതായിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ക്ലൗഡ് ഫെയർ പുതുക്കുന്നതിന് വേണ്ടി 2 കോടിയോളം രൂപ ആവശ്യമായി വരും. ഇത് ആര് നൽകും എന്നതിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പോലീസിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കണോ അതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കണമോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത് പ്രവർത്തനക്ഷമമായി നിൽക്കുന്നത്. പക്ഷേ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. കാരണം CCTV ഫുട്ടേജുകളൊക്കെയാണ് പല കേസുകളിലും നിർണായക അപകടമായാലും ഒരു അക്രമം ഉണ്ടായാലും ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുന്നത് CCTV-യിലാണ്. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് ഈ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ കുടിശ്ശിക നൽകാത്തത് മൂലം ക്ലൗഡ് സേവനങ്ങൾ ലഭിക്കാതായതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് റംഷ CP കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.